President's rule for another 6 months in Manipur. Amit Shah to move resolution in Rajya Sabha today. ആർട്ടിക്കിൾ എടുത്തിരിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസിൽ നിന്നാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഫെബ്രുവരി 13 ബീരൻ സിംഗ് രാജിവെക്കുന്നതോടുകൂടി മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വരുന്നു. ഇന്ന് യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള അമിത് ഷാ അദ്ദേഹം രാജ്യസഭയിൽ പുതിയൊരു പ്രമേയം അവതരിപ്പിക്കാൻ പോവാണ്. മറ്റൊന്നുമല്ല, മണിപ്പൂരിൽ അടുത്ത ഒരു 6 മാസത്തേക്ക് കൂടി രാഷ്ട്രപതി ഭരണം നീട്ടിക്കിട്ടണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ആർട്ടിക്കിൾ 356 കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. എല്ലാവർക്കും ശങ്കർ എസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അനുച്ഛേദം 386, ആർട്ടിക്കിൾ 386 രാഷ്ട്രപതി ഭരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, എമർജൻസി അഥവാ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഒരു സങ്കല്പം നമ്മൾ കടമെടുത്തിരിക്കുന്നത് വെയ്മാർ റിപ്പബ്ലിക്കിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അതുപോലെ തന്നെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നുമാണ്. എന്നാൽ എന്താണ് ഈ മെക്കാനിസം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ രാജ്യം ഇല്ലെങ്കിൽ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗമോ ഇല്ലെങ്കിൽ രാജ്യത്തിന്റെ ഒരു സംസ്ഥാനമോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുമ്പോൾ ആ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭരണഘടന ഉപകരണം അഥവാ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ടൂൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു അടിയന്തരാവസ്ഥയെ നമുക്ക് ചുരുക്കത്തിൽ പറയാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 18 അനുച്ഛേദം 352, 356, 360 ആണ് 3 തരത്തിലുള്ള എമർജൻസീസ് അഥവാ 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അനുച്ഛേദം 352 ദേശീയ എമർജൻസി, അനുച്ഛേദം 356 സ്റ്റേറ്റ് എമർജൻസി അഥവാ പ്രസിഡന്റ് ഭരണം, അനുച്ഛേദം 360 ഫൈനാൻഷ്യൽ എമർജൻസി അഥവാ സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇതുവരെ ഇന്ത്യയിൽ സാമ്പത്തികമായിട്ടുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട ഒരു സാധ്യത വന്നിട്ടില്ല. പക്ഷെ നമുക്കറിയാം, 1975 ദേശീയ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദേശീയ അടിയന്തരാവസ്ഥ എന്ന് പറയുമ്പോൾ ദേശത്തിലെമ്പാടും ഇല്ലെങ്കിൽ ദേശത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുമായിട്ട് നമുക്ക് ഈ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയും. ഇനിയും പ്രസിഡന്റ് റൂൾ അഥവാ അനുച്ഛേദം 356 വരികയാണെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ മാത്രമാണ് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അനുച്ഛേദം 356 അഥവാ പ്രസിഡന്റ് റൂൾ പലപ്പോഴും സ്റ്റേറ്റിൽ വരുന്നത്? നമുക്കറിയാം, ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രസിഡന്റ് ഭരണം നിലവിൽ വരുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചാബാണ് 1950-കളിൽ. എന്നാൽ എന്താണ് ഇതിനുള്ള കാരണം? whenever the constitution machinery of the state fails, അതായത് ഒരു സംസ്ഥാനത്തിന് ഭരണഘടന പരമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം ഉടലെടുക്കുമ്പോൾ പ്രസിഡന്റ് ഭരണം വരാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനം പ്രസിഡന്റ് എടുക്കുന്നത്? ബേസ്ഡ് ഓൺ ദ റിപ്പോർട്ട് ഓഫ് ഗവർണർ ഓർ എനി ഒത്തന്റിക് റിപ്പോർട്ട് അഥവാ ഗവർണർ നൽകുന്ന റിപ്പോർട്ടോ ഇല്ലെങ്കിൽ പ്രസിഡന്റ് സാറ്റിസ്ഫൈഡ് ആണ്, അതായത് ഈ ഒരു സ്റ്റേറ്റിന് ഈ ഒരു സംസ്ഥാനത്തിന് ഭരണഘടനാപരമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന് പ്രസിഡന്റിന് തോന്നുകയാണെങ്കിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷന്റെ പുറത്ത് പ്രസിഡന്റിന് ആ സംസ്ഥാനത്ത് പ്രസിഡന്റ് റൂൾ അഥവാ ആർട്ടിക്കിൾ 356 ഇമ്പോസ് ചെയ്യാൻ കഴിയും. പക്ഷേ ആർട്ടിക്കിൾ 356 നമുക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് സബ്ജക്റ്റബിൾ ടു ജുഡീഷ്യൽ റിവ്യൂ. അതിന് ഫേമസ് ആയിട്ടുള്ള ഒരു കേസ് നമുക്കറിയാം, SR ബൊമ്മൈ കേസ്. SR ബൊമ്മൈ കേസ് എപ്പോഴൊക്കെ നിങ്ങൾ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു മെയിൻസ് ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പ്രതിപാദിക്കാൻ കഴിയുന്ന ഒരു കേസാണ് SR ബൊമ്മൈ കേസ്. അതുപോലെ തന്നെ ഒരു സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഗവർണർ പ്രസിഡന്റിന്റെ പ്രതിനിധി എന്നോണം സംസ്ഥാനത്തിന്റെ ഭരണം ഏറ്റെടുക്കുകയും വേണ്ടി വന്നാൽ അവിടുത്തെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെയും ഇല്ലെങ്കിൽ സംസ്ഥാന ഭരണസമിതിയെ പിരിച്ചുവിടാനുള്ള അവകാശവും അവിടുത്തെ ഗവർണർക്ക് അന്നേരമുണ്ട്. എന്നാൽ ഇത് മാൻഡേറ്ററി അല്ല. എപ്പോഴും സംസ്ഥാന അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ പിരിച്ചുവിടണം എന്നുള്ളത് മാൻഡേറ്ററി അല്ല. വേണമെങ്കിൽ അതും ചെയ്യാം. ഇനിയും ഈ പ്രസിഡന്റ് ഭരണത്തിന്റെ ഡ്യൂറേഷനും അതിന്റെ സർട്ടൻ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത് ഒരിക്കൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇത് 6 മാസം വരെ നീണ്ടു നിൽക്കാം. പക്ഷേ എന്നാൽ അതിനുള്ളിൽ അതായത് 60 ദിവസത്തിനുള്ളിൽ ബോത്ത് ഹൗസസ് ഓഫ് ദ പാർലമെന്റ് അതായത് രാജ്യസഭയും ലോക്സഭയും ഈ ഒരു 356 ഇമ്പോസ് ചെയ്തതിനെ അപ്രൂവ് ചെയ്യണം വിത്തിൻ 60 days. അതായത് ഉദാഹരണമായി പറഞ്ഞാൽ, ഇപ്പോൾ ഇത് ജൂലൈ 16 ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം വരികയാണെങ്കിൽ അടുത്ത സെപ്റ്റംബർ 13 ജൂലൈ 13 ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം വരികയാണെങ്കിൽ അടുത്ത സെപ്റ്റംബർ 13 ആ സംസ്ഥാനത്തെ പ്രസിഡന്റ് ഭരണം 2 സഭകളും അതായത് രാജ്യസഭയും ലോക്സഭയും അംഗീകരിച്ചിരിക്കണം. ഇൻ ദ മീൻ ടൈം, അതായത് ലോക്സഭ ഇത് അംഗീകരിക്കാതെ ഈ ഒരു 60 ദിവസത്തിനുള്ളിൽ ഡിസോൾവ് ആയി പോവുകയാണെങ്കിൽ എന്നാണോ ലോക്സഭ റീഅസംബിൾ ആകുന്നത് ആ ദിവസത്തിൽ നിന്നും അടുത്ത 30 ദിവസത്തിനുള്ളിൽ ലോക്സഭ ഈ ഒരു അടിയന്തരാവസ്ഥ അംഗീകരിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഈ ഒരു 60 ദിവസങ്ങൾക്ക് ശേഷം ഈ അടിയന്തരാവസ്ഥ ഇല്ലാതെയാവുകയും ചെയ്യും. അതുപോലെ തന്നെ എത്ര കാലം വരെ ഈ സ്റ്റേറ്റ് എമർജൻസി നമുക്ക് നീട്ടിക്കൊണ്ടുപോകാം? അപ് ടു 3 years, 3 വർഷം വരെ ഈ സ്റ്റേറ്റ് എമർജൻസി ഒരു സംസ്ഥാനത്ത് നീട്ടിക്കൊണ്ടുപോകാം. അതിന് എല്ലാ 6 മാസം കൂടുമ്പോഴും പാർലമെന്റ് കൂടി അത് അപ്രൂവ് ചെയ്യണം. അപ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. അതുപോലെ തന്നെ ഒരു സംസ്ഥാനത്ത് ഒരു വർഷത്തിൽ കൂടുതൽ പ്രസിഡന്റ് ഭരണം രാഷ്ട്രപതി ഭരണം നിലനിൽക്കണമെങ്കിൽ അതിന് 2 കണ്ടീഷൻസ് ഉണ്ട്, 2 ഉപാധികളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ എമർജൻസി ഇൻ ഓപ്പറേഷൻ ഇൻ ഹോൾ നേഷൻ ഓർ ഇൻ എനി പാർട്ട് ഓഫ് ദ നേഷൻ, അതായത് ദേശത്തെമ്പാടുമോ ഇല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ടോ നമുക്ക് നാഷണൽ എമർജൻസി നിലനിൽക്കുകയാണെങ്കിൽ ഒരു സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ ഒരു വർഷത്തിന് മുകളിൽ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയും. ഇനിയും
അതല്ല, ഇലക്ഷൻ കമ്മീഷന്റെ റിപ്പോർട്ടിംഗ് ആണ്. അടുത്ത ഇലക്ഷൻ കമ്മീഷൻ പറയുകയാണ് ഈ ഒരു സംസ്ഥാനത്തിന് ഇപ്പോഴും ഭരണഘടനാപരമായി പ്രവർത്തിക്കാൻ കഴിയില്ല, ഭരണഘടനാപരമായി കാര്യങ്ങൾ നിറവേറ്റാൻ കഴിയില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുകയാണെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിലും പ്രസിഡന്റ് ഭരണം ഒരു വർഷത്തിന് മുകളിൽ നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓർക്കുക, ഒരിക്കൽ ഇത് പ്രൊക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത 60 ദിവസത്തിനുള്ളിൽ പാർലമെന്റിന്റെ 2 സഭകളും, രാജ്യസഭയും ലോക്സഭയും ഇത് അംഗീകരിക്കണം. ഇനി അഥവാ ലോക്സഭ അംഗീകരിക്കാതെ ഈ ഒരു ഇടവേളയിൽ ലോക്സഭ പിരിച്ചുവിടേണ്ടി വരികയാണെങ്കിൽ അടുത്ത റീഅസംബ്ലിയിൽ നിന്നും അടുത്ത 30 ദിവസത്തിനകം ലോക്സഭ അത് അംഗീകരിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഈ പ്രസിഡന്റ് ഭരണം ഒരു സംസ്ഥാനത്ത് നിലനിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ വൺസ് അത് പ്രൊക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ അതവിടെ 6 മാസത്തേക്ക് വരെ നിലനിൽക്കാം. അതുപോലെ തന്നെ അതായത് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ 6 മാസം വരെ നീട്ടിക്കൊണ്ടുപോകാം. ഇനി 3 വർഷം വരെയാണ് ഇതിന്റെ മാക്സിമം എക്സ്റ്റൻഷൻ. ആ 3 വർഷം നീട്ടിക്കൊണ്ട് പോകണമെങ്കിൽ പോലും എല്ലാ 6 മാസത്തിലും ഒരിക്കൽ പാർലമെന്റ് കൂടി ഇത് വീണ്ടും പുതുക്കേണ്ടതായിട്ടുണ്ട്. ഇനി 1 വർഷത്തിന് മുകളിൽ ഒരു സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം നിലനിൽക്കണമെങ്കിൽ രാജ്യത്തെമ്പാടുമോ ഇല്ലെങ്കിൽ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ ആയിട്ട് ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കണം. ഇല്ലെങ്കിൽ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷന്റെ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതായത് ഒരു സംസ്ഥാനം ഇപ്പോഴും ഭരണഘടനാപരമായി കർത്തവ്യം നിറവേറ്റാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലല്ല എന്ന് അവർ സർട്ടിഫൈ ചെയ്യുകയാണെങ്കിൽ, ഉറപ്പുവരുത്തുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ആ സംസ്ഥാനത്ത് 1 വർഷത്തിന് മുകളിൽ ഭരണഘടനാപരമായിട്ടുള്ള പ്രസിഡന്റ് ഭരണം കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇതാണ് പ്രിലിംസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ എന്താണ് പ്രസിഡന്റ് റൂൾ, എന്താണ് അതിന്റെ കണ്ടീഷൻസ് എന്നും ഡ്യൂറേഷൻസ് എന്നും അതിന്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ ഈ ഒരു പ്രിലിംസ് ചോദ്യത്തിന് ഉത്തരം എഴുതാൻ ശ്രമിക്കുക. പ്രസിഡന്റ്സ് റൂൾ ഇൻ മണിപ്പൂർ ഹാസ് ബീൻ എക്സ്റ്റെൻഡഡ്. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ ദിസ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ആർട്ടിക്കിൾ 352, ആർട്ടിക്കിൾ 355, ആർട്ടിക്കിൾ 356, ആർട്ടിക്കിൾ 360. വീണ്ടും ഒരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.